പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തോട് സർക്കാരിന് അവഗണന. വിവിധ വിഭാഗങ്ങളിലെ ധനസഹായത്തിന്റെ കുടിശ്ശിക 158 കോടി രൂപ. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഇനത്തിൽ 9,42,00,000 രൂപയാണ് കുടിശ്ശിക. വിവാഹ ധനസഹായം 58 കോടിയും വിദേശ തൊഴിൽ ധനസഹായം 56 കോടിയും കുടിശ്ശികയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് കുടിശ്ശിക വന്നതെന്നാണ് വിശദീകരണം. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, ഗുഡ് ഈവനിംഗ്. സാമ്പത്തിക പ്രതിസന്ധി കുറെ കാലമായി നമുക്കുണ്ട്. പക്ഷേ SC/ST വിഭാഗത്തോട് കാണിക്കുന്ന ഈ അവഗണന എന്ന വാക്കുപയോഗിക്കാവുന്ന തരത്തിലുള്ള ഈ കുടിശ്ശിക കണക്കല്ലേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്? തീർച്ചയായിട്ടും സുജയ, കാരണം SC/ST വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള പരിപാടികൾ സർക്കാർ ആവിഷ്കരിക്കുന്നു, അത് നടപ്പിലാക്കുന്നു എന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ, അതിൻ്റെതായിട്ടുള്ള പല അവകാശവാദങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് പോലും കണ്ടിട്ടുള്ളതാണ്. ആ അവകാശവാദങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ഇപ്പോൾ ആ വിഭാഗത്തിനോടുണ്ടായിരിക്കുന്ന അവഗണന അല്ലെങ്കിൽ നീതികേട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. അതായത് വിദ്യാഭ്യാസ ധനസഹായവും അതോടൊപ്പം തന്നെ ചികിത്സ, സാമൂഹ്യക്ഷേമ ധനസഹായവും അടക്കം നിലവിൽ SC/ST വിഭാഗത്തിന് കൊടുത്തു തീർക്കാനായിട്ടുള്ള കുടിശ്ശിക 158 കോടി രൂപയാണ്. അതിൽ പോസ്റ്റ് മെട്രിക് ST വിഭാഗത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പായി 9.5 കോടി രൂപയോളമാണ് നൽകി തീർക്കാനായി ബാക്കിയുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഈ കണക്കുകൾ ഇത് മാത്രമല്ല, 65 കോടി രൂപ കൊടുത്തു തീർക്കാനുള്ളത് മിശ്ര വിവാഹ ധനസഹായമായിട്ടാണ്. അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അവർ മിശ്ര വിവാഹം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം കേരളത്തിൽ നിലവിൽ കൊടുത്തു തീർക്കാൻ 65 കോടി രൂപയാണ്. സമാനമായി തന്നെ ചികിത്സാ ധനസഹായം, വിവാഹ ധനസഹായം, ഏക വരുമാനദായകന്റെ മരണത്തിനുള്ള ധനസഹായം, വിദേശ തൊഴിൽ ധനസഹായം, ഇങ്ങനെ വലിയ വലിയ കണക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് SC/ST വകുപ്പിന് മുന്നിലാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ കണക്കുകൾ കള്ളം പറയില്ല. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.